കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ വിദേശ സൈനിങ് പോളിസികളൊന്നും ആരാധകർക്ക് യാതൊരു വിധത്തിലുള്ള സാറ്റിസ്ഫാക്ഷനും നൽകുന്നില്ല എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ ഒന്ന് പിന്നിലോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും മികച്ച സൈനിങ്ങുകളിലൊന്ന് നടന്ന വർഷമായിട്ട് കണക്കാക്കുന്ന ഒരു 3 വർഷം മുമ്പ് നടന്ന സൈനിങ്ങാണ്. ആ ഒരു സീസണിൽ ഇവാൻ ഫുക്കോ മനോജിന്റെ ഇന്ത്യയിലെ ആദ്യ സീസണിൽ അഡ്രിയാലൂടെയും ജോജോ പെരേര ഡയസിനെയും അൽവരോ വാസ്കസിനെയും നമുക്ക് കിട്ടി. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ട്രിയോകളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു ട്രിയോയെ കൊണ്ടുവന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൗട്ട് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇന്ത്യക്കാരനായിരുന്നു. ആളിന്റെ പേര് അനുഷ് ആദിത്യ എന്നാണ്. ഈ അനുഷ് ആദിത്യ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വിദേശ താരങ്ങളുടെ സൈനിങ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ അത്ര അങ്ങോട്ട് സാറ്റിസ്ഫൈ ചെയ്യാത്തതാണ്. അവിടെയാണ് ഒരു ട്വിസ്റ്റ് ഇരിക്കുന്നത്. ഇപ്പം പഞ്ചാബ് എഫ്സിയുടെ വിദേശ സൈനികൾ നമ്മളെല്ലാവരെയും അമ്പരപ്പിക്കുന്നുണ്ട്. വന്ന് കയറിയവന്മാർ ഡ്യൂറന്റ് കപ്പിൽ തൂക്കിയടിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവസാനം വരുന്ന അർജന്റീന താരവും വിദാലും ഒക്കെ വളരെ മികച്ച പ്രകടനം പഞ്ചാബ് എഫ്സിക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ അന്ന് ജോജോ പെരേര ഡയസും അഡ്രിയാൻ ലൂണയും ആൽവരോ വാസ്കസും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കൗട്ടായി പ്രവർത്തിച്ചിരുന്ന അനുഷ് ആദിത്യയാണ് ഇപ്പം പഞ്ചാബ് എഫ്സിയുടെ ചീഫ് സ്കൗട്ട്. അപ്പം അന്ന് ആദിത്യ കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് മികച്ച വിദേശ താരങ്ങൾ വരുന്നു. ഇപ്പം ആൾ പഞ്ചാബ് എഫ്സിയുടെ ചീഫ് സ്കൗട്ടായി നിയമിതനായപ്പോൾ പഞ്ചാബ് എഫ്സിയിലേക്ക് മികച്ച താരങ്ങൾ വരുന്നു. ദ തിങ് ഈസ് ഈ മനുഷ്യൻ അനുഷ് ആദിത്യ ഇവിടെ ഒരു ഡിറ്റർമിൻ ഫാക്ടർ ആയിരുന്നു എന്നുള്ള സംശയമാണ് ഇപ്പം ഉയർന്നു വരുന്നത്.